ഹലോ ഓൾ, വെൽക്കം ടു ലിറ്റ്യൂർ അക്കാദമി. നമ്മുടെ പോസിബിൾ ക്വസ്റ്റ്യൻ വീഡിയോ സീരീസിൻ്റെ അടുത്ത പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 31ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വിച്ച് വർക്ക് ബിഗിൻസ് വിത്ത് ഏപ്രിൽ ഇസ് ദ ക്രൂവലസ്റ്റ് മന്ത്? ഓപ്ഷൻസ് ആർ ലവ് സോങ് ഓഫ് ജെ ആൽഫ്രഡ് പ്രിഫ്രോക്ക്, ദ വേസ്റ്റ് ലാൻഡ്, ഫോർ ക്വാർട്ടറ്റ്സ്, ഹൗൾ. ദിസ് ഇസ് എ വെരി ഫേമസ് first line of a very famous poem, and the answer is option B, the wasteland. എഴുതിയത് T.S. എലിയറ്റ് ആണ് എന്നുള്ളത് കൂടി ഓർമ്മിക്കുക. ഇറ്റ്സ് എ റെപ്രസെൻറ്റേറ്റീവ് ടെക്സ്റ്റ് ഓഫ് മോഡേണിസ്റ്റ് ലിറ്ററേച്ചർ, ഹൈ മോഡേണിസ്റ്റ് ടെക്സ്റ്റ് ആണ്. 32. ഹൂ ഡെവലപ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് കാർണിവാലസ്ക്? കാർണിവാലസ്ക് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് മിഖായിൽ ബക്തിൻ ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 33. ദ കാൻറ്റർബറി ടെയിൽസ് ഈസ് റിട്ടൺ ഇൻ. ഇപ്പോൾ ഏത് ഭാഷയിലാണ് കാൻറ്റർബറി ടെയിൽസ് എഴുതിയിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, കാരണം നമ്മളെപ്പോഴും ചോദ്യങ്ങൾ എഴുതിയ ആളോ അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ പേരോ മാത്രമായിരിക്കില്ല. പുസ്തകത്തിൻ്റെ സബ് ടൈറ്റിൽ ചോദ്യമായിട്ട് വരാം, എഴുതിയ ഭാഷ വരാം, പോയട്രി ആണെങ്കിൽ എഴുതിയ മീറ്റർ വരാം, അല്ലെങ്കിൽ ക്യാരക്ടറിൻ്റെ മറ്റെന്തെങ്കിലും പേരുകളോ പ്രത്യേകതകളോ ആവാം. അങ്ങനെ പല രീതിയിൽ ചോദ്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കണം. അപ്പോൾ അത്തരത്തിൽ വ്യത്യസ്തമായൊരു ചോദ്യമാണ് ഏത് ഭാഷയിലാണ്. കാൻറ്റർബറി ടെയിൽസിൽ നിങ്ങൾക്കറിയാം ജോഫ്രി ചോസർ എന്ന് പറയുന്ന ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി എന്ന് നമ്മൾ കണക്കാക്കുന്ന ചോസറിൻ്റെ ടെക്സ്റ്റാണ്. ഏത് ഭാഷയാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, മിഡിൽ ഇംഗ്ലീഷ്. ക്വസ്റ്റ്യൻ നമ്പർ 34. ടു ദ ലൈറ്റ് ഹൗസ് ഈസ് എ നോവൽ ബൈ വിച്ച് ഓഫ് ദി ഫോളോയിങ് റൈറ്റേഴ്സ്? എം ഫോസ്റ്റർ, ജെയിംസ് ജോയ്സ്, വിർജീനിയ വൂൾഫ് ആൻഡ് കാതറീൻ മാൻസ്ഫീൽഡ്. ദ റൈറ്റ് ആൻസർ ഈസ് വിർജീനിയ വൂൾഫ്. Question number 35. Which literary device involves addressing an absent or imaginary person? താഴത്തെ പറയുന്നതിൽ വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലിറ്റററി ഡിവൈസുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്, വ്യത്യസ്തമായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതായത് താഴെ പറയുന്നതിൽ ഏത് ലിറ്റററി ഡിവൈസാണ് ഒരു ആബ്സെൻ്റ് ആയിട്ടുള്ള ഇമാജിനറി ആയിട്ടുള്ള ഒരാളെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അതിന് പറയുന്നത് എന്തു പേരാണ്, അല്ലെങ്കിൽ ഏത് ലിറ്റററി ഡിവൈസാണ് ആ ഒരു സവിശേഷത ഉൾക്കൊള്ളുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, അപ്പോസ്ട്രോഫി. ക്വസ്റ്റ്യൻ നമ്പർ 36. ദ ഓഥർ ഓഫ് ദ ആങ്സൈറ്റി ഓഫ് ഇൻഫ്ലുവൻസസ്. ആൻഡ് ദ റൈറ്റ് ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ എ, ഹറോൾഡ് ബ്ലൂം. ക്വസ്റ്റ്യൻ നമ്പർ 37. ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം ഈസ് ബെസ്റ്റ് അസോസിയേറ്റഡ് വിത്ത്. താഴെ പറയുന്നതിൽ ആരുമായിട്ടാണ് ആർക്കിടൈപ്പൽ ക്രിറ്റിസിസം അസോസിയേറ്റ് ചെയ്യാറുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, കാൾ യങ്. ക്വസ്റ്റ്യൻ നമ്പർ 38. വിച്ച് പോയറ്റ് റോട്ട് ഓഡ് ടു എ നൈറ്റിംഗേൽ? വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് പോയാണ് ഓഡ് ടു എ നൈറ്റിംഗേൽ എന്ന് പറയുന്നത്. ഇതാരാണ് എഴുതിയിട്ടുള്ളതെന്നാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഓഡ് ടു എ നൈറ്റിംഗേൽ പോലെ മറ്റ് അനേകം, പ്രത്യേകിച്ച് അതുപോലെ തന്നെയുള്ള മറ്റ് ഓഡ്സ് എഴുതിയിട്ടുള്ള ഒരു റൈറ്ററാണ്. ഇതിൻ്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓഡ് ടു എ ഗ്രഷ്യൻ ആൻഡ് ഓഡ് ടു ഓട്ടം പോലെയുള്ള ഓഡ് ടു എ നൈറ്റിംഗേൽ ഉൾപ്പെടെയുള്ള കവിതകൾ, ഓഡ്സ് ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ദ റൈറ്റ് ആൻസർ ഇസ് കീറ്റ്സ്, ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 39. ഹൂ റോട്ട് ദ പ്രലൂഡ്? അഗെയിൻ റൊമാൻറ്റിക് ഏജുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യനാണ്. ദ പ്രലൂഡ് എഴുതിയിരിക്കുന്നത് വില്യം വേർഡ്സ്വർത്ത് ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ ബി. ക്വസ്റ്റ്യൻ നമ്പർ 40. ദ നോവൽ ജെയിൻ അയർ വാസ് റിട്ടൺ ബൈ. ഓപ്ഷൻ എ, എമിലി ബ്രോണ്ടെ. ഓപ്ഷൻ ബി, ആനി ബ്രോണ്ടെ. ഓപ്ഷൻ സി, ഷാർലറ്റ് ബ്രോണ്ടെ. ബ്രോണ്ടെ സിസ്റ്റേഴ്സിൻ്റെ പേരാണ് ആദ്യത്തെ 3 ഓപ്ഷനായിട്ട് വന്നിട്ടുള്ളത്. ദ ഫോർത്ത് വൺ ഈസ് മേരി ഷെല്ലി. ദ റൈറ്റ് ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ സി, ഷാർലറ്റ് ബ്രോണ്ടെ. എമിലി ബ്രോണ്ടെ ഈസ് വെരി ഫേമസ് ഫോർ വുതറിംഗ് ഹൈറ്റ്സ്. ഷാർലറ്റ് ബ്രോണ്ടെ ഈസ് ഫോർ ജെയിൻ അയർ. മേരി ഷെല്ലി ഈസ് ദ ഓഥർ ഓഫ് ഫ്രാങ്കൻസ്റ്റൈൻ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർമ്മിക്കുക. നിങ്ങൾക്ക് അഡീഷണൽ ഇൻഫർമേഷനായിട്ട് ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ ഈ കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത സെറ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ രേഖപ്പെടുത്താൻ കമൻറ്റ് ബോക്സ് ഉപയോഗപ്പെടുത്തുമല്ലോ.